ഇന്ന് അദ്വൈതയുടെ സ്കൂളിൽ നിന്ന് അവളെ ഫോട്ടോയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഫോട്ടോ. അത് കാണിക്കാം നിങ്ങൾ. ഇതാണ് അദ്വൈതയുടെ ഫോട്ടോ. അയ്യോ ഇത് അദ്വൈതയില്ല, ഇത് ആദിദേവ്. എൻ്റെ മോൻ്റെ ഫോട്ടോയാണ്. അങ്ങനെ കാണാനില്ല ആദിദേവിനോട്. ആദിദേവതായിരിക്കുന്നു. ആദിദേവും ആദിദേവിൻ്റെ കൂട്ടുകാരന്മാരെല്ലാം ഉണ്ട്. എല്ലാ ചട്ടമ്പി കൂട്ടുകാരന്മാരുണ്ട്, ടീച്ചറുണ്ട്, അവൻ്റെ കൂട്ടുകാരികളുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ആദിദേവിൻ്റെ ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തത് അദ്വൈതയുടെ ഫോട്ടോയാണ്. അദ്വൈത ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത്. അവളെ ക്ലാസ് ടീച്ചറാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ബാക്കി അവളെ കൂട്ടുകാരികൾ ഇപ്പുറത്തുണ്ട്, അപ്പുറത്തുണ്ട്, കൂട്ടുകാരന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ സ്കൂളിൻ്റെ പേരാണ് സെന്റ് മേരീസ് പാപ്പനംകോട്. സ്കൂളിൻ്റെ പേരാണ് 5th. ഇത് വൻസിൻ്റെ ആണ്. ഇതെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അമ്മൂമ്മമാർക്കെല്ലാം ചെറുമക്കളെ ഫോട്ടോകളെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ച് കാണാം. വയസ്സായവർക്കെല്ലാം ചെറുമക്കളെ ഫോട്ടോ എടുത്ത് കണ്ടുകൊണ്ടിരിക്കാം. നമ്മളെയൊന്നും കാലത്ത് ഇതുപോലെ ഒരു ഫോട്ടോ പോലും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഫോട്ടോയും എടുത്തിട്ടില്ല, ഫോട്ടോ വാങ്ങിച്ചിട്ടുമില്ല. അതിനുള്ള നിവർത്തികളൊന്നും നമുക്കില്ലായിരുന്നു. ഇപ്പോൾ ഉള്ള മക്കൾക്ക് എല്ലാ ഭാഗ്യവും ദൈവം കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. എന്നിട്ട് നല്ലവണ്ണം പഠിച്ച് നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ നല്ല സ്കൂളിലൊക്കെ കൊണ്ട് കുട്ടികളെ ചേർക്കണത്. പഠിച്ച് നല്ലതായി വരാൻ വേണ്ടി. കുഴപ്പമില്ല, പഠിക്കും. അദ്വൈതവും പഠിക്കും, ആദിദേവും പഠിക്കും. ട്യൂഷന് പോകണുണ്ട്. പിന്നെ അവൾ അമ്മയും പഠിപ്പിച്ചു കൊടുക്കും. എനിക്ക് അവരെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാറില്ല. വല്ല മലയാളം എല്ലാം പറഞ്ഞു കൊടുക്കും, ചില മാത്സും എല്ലാം പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഇംഗ്ലീഷും ഹിന്ദിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയാമെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. എൻ്റെ 2 മക്കളെയും ഞാൻ പഠിപ്പിച്ചു, ആവശ്യത്തിന് പഠിപ്പിച്ചു. മൂത്ത മോൾ +2 വരെ പോയി. രണ്ടാമത്തെ മോൾ BA പൂർത്തിയാക്കിയില്ല, BA വരെ പോയി എന്ന് പറയാം. അങ്ങനെ മൂത്ത മോൾ 10 പാസ്സായപ്പോൾ അവൾക്ക് കല്യാണം വന്നു. അങ്ങനെ പഠിത്തം നിർത്തി. അങ്ങനെ കല്യാണം കഴിഞ്ഞാണ് അവൾ +2 പോയത്. +2 പോയി +2